Watch India's largest kids library only on Jio Hotstar. Download the app now. ശിവ, ഇത് അഡ്വഞ്ചർ ആണോ അല്ല മിസ് അഡ്വഞ്ചർ ആണോ? എന്റെ യൂടി, ഇപ്പോഴല്ലേ നമ്മൾ അഡ്വഞ്ചർ തുടങ്ങിയിട്ടുള്ളത്. നീ ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയാലോ? പേടിച്ചില്ല, എന്നാലും എനിക്ക് ഒരു കണക്കിന് രക്ഷപ്പെട്ടത്. ഇപ്പൊ നമ്മൾ കറക്റ്റ് സ്ഥലത്ത് എത്തിയത്. ആമി, ഇനിയെങ്കിലും നീ പറ, നീ എന്തിനാണ് ഞങ്ങൾ എല്ലാരും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? ഇവിടെ ഒരു ട്രഷർ ഉണ്ട്. അത് ആ ലൈറ്റ് ഹൗസിന്റെ അടുത്ത് എവിടെയോ ഉള്ളത്. എന്ത് ട്രഷർ ഹണ്ടോ? അതും കാലി വയറലോ? എനിക്ക് വിശന്നിട്ട് വയ്യ. ചിലപ്പോ ഈ ട്രഷർ വേറെ ആരെങ്കിലും വന്ന് എടുത്ത് കാണുവോ ആവോ? ഇല്ല, അത് എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാ ട്രഷർ കണ്ടുപിടിക്കാൻ പറ? എനിക്ക് ശിവയെ ഭയങ്കര വിശ്വാസ. മാപ്പ് കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. പഴയ സ്ഥലത്ത് നിന്ന് കിട്ടിയതാ. എന്റെ അപ്പൂപ്പന്റെ പഴയ ഫയലിൽ നിന്ന് കിട്ടിയതാ. മാപ്പ് പ്രകാരം നോക്കിയാല് താഴേക്ക് പോകാനായിട്ട് ഒരു ടണൽ കാണപ്പെടും. ആദ്യം നമുക്ക് ടണൽ അന്വേഷിക്കാം. എല്ലാരും അന്വേഷിക്ക്. യെസ്, ഇത് ശ്രദ്ധിക്ക്. വെള്ളം ഒഴുകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അവസാന ടണൽ കണ്ടുപിടിച്ചു. ആരോ വരുന്നെന്ന് തോന്നുന്നു. ഇവിടെ ആര് വരാനാ? ആരുണ്ട്? അവരെ കണ്ടിട്ട് കൊള്ളക്കാരാണെന്ന് തോന്നുന്നു. അല്ല, ഇവര് ആരെയാണ് കടത്തിക്കൊണ്ടുവരുന്നത്? അവര് കടത്തിക്കൊണ്ടുവരുന്നത് എന്റെ ദൈവങ്ങളാ. അദ്ദേഹത്തിനെ കൊണ്ടുവരുന്നത് എന്റെ അങ്കിളുടെ ബിസിനസ് പാർട്ണറുമാണ്. ഇതെന്താ ഇവര് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആദ്യം നമുക്ക് കാര്യം എന്താണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. വരൂ, എല്ലാവരും ഈ ടേണലിന്റെ അടുത്ത് ഒളിച്ചിരിക്കാം. മര്യാദയ്ക്ക് പറ, നിധി എവിടെയാണെന്ന്. വേഗാവട്ടെ, പറയേ. ആ നിധിയുടെ മാപ്പ് എവിടെയാണെന്ന് പറയേ. അതായത് എന്റെ മുത്തശ്ശൻ നിന്റെ മുത്തശ്ശന് കൊടുത്തത്. നിന്റെ മുത്തശ്ശൻ അതെടുത്ത് ലൈറ്റ് ഹൗസിൽ എവിടെയോ ഒളിപ്പിച്ചു. പറയേ. ബോസ്, ഇയാൾ അങ്ങനെ പറഞ്ഞാ കേക്കില്ല. സത്യമായിട്ട് ഞാൻ പറയാ, എനിക്ക് ആ നിധി എവിടെയാന്ന് അറിയില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ആ നിധി കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. ഇയാളെ കൊണ്ടുപോയി കറണ്ട് അടുപ്പിക്ക്. സത്യം പറയണ വരെ, കേട്ടല്ലോ? വേണ്ട, അവിടെ നിൽക്ക്, ഞാൻ പറയണ കേക്ക്. ഈ പെണ്ണ് യാമിയാണല്ലോ. ഇവള് ഇവിടെ എങ്ങനെ വന്നേ? ഈ കുട്ടി അവിടെ തന്നെ നേരത്തെ കണ്ടിട്ടുണ്ട്. എല്ലാരും താഴേക്ക് ഓടിക്കോളൂ. ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് മാപ്പ് മേടിക്കൂ. തീർച്ചയായും ടണലിൽ വേറെ വഴി ഉണ്ടാവും. അത് നോക്കി വേണം നമ്മൾ നിധിയുള്ള സ്ഥലത്തേക്ക് ചെല്ലാൻ. അവര് നമ്മൾ പിടിക്കുന്നതിന് മുമ്പ് എല്ലാരും വേഗം ഓത്തേക്ക് ഓടിക്കോ. എനിക്ക് തോന്നുന്നത് ആ കുട്ടിയുടെ പുറകെ പോയാൽ ആ നിധിയുടെ സ്ഥലത്തെത്താം. നമുക്ക് ഇവരുടെ പുറകെ പോവാം. വേഗം വരൂ. ഇനി മുന്നോട്ട് പോകാനുള്ള വഴി കാണുന്നില്ലല്ലോ. മുന്നോട്ട് പോകാനുള്ള വഴി ചിലപ്പോ അതായിരിക്കും. കണ്ടില്ലേ, ഞാൻ പറഞ്ഞത് ശരിയാ. കുട്ടി മര്യാദക്കിരിക്കണം കേട്ടോ. എന്നെ കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. എല്ലാവരും പിടിച്ച് കെട്ടിയിട്. എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ. ഇത്രയും ബുദ്ധി നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ
നമ്മുടെ സമയം എപ്പോഴേ തെളിഞ്ഞേനെ. തന്റെ നാക്കടക്കടോ കേട്ടോ. ബോസ്, ആ മാപ്പ് കത്തുന്നു. ബോസ്, നമ്മളിപ്പോ നിധിയുടെ അടുത്തേക്ക് എങ്ങനെ എത്തും? ഞാൻ നിങ്ങളെ സഹായിക്കാം. എന്റെ കയ്യില് കെട്ടഴിക്കിവിടെ. തീർച്ചയായിട്ടും ഞാൻ നിധിയുള്ള സ്ഥലത്ത് കൊണ്ടുപോകാം. എന്നാ ശരി, നീ എന്തെങ്കിലും വികൃതി ഒപ്പിക്കുകയാണെങ്കിൽ ഈ കുട്ടിയെ ഞങ്ങൾ വെടിവെച്ച് കൊല്ലും. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. ആ മാപ്പിന്റെ കൂടെ എനിക്ക് ഇതും കൂടി കിട്ടി. മാപ്പ് പ്രകാരം ഇവിടെ ഒരു കിണറുണ്ട്. ആ കിണറിലെ ചവിട്ടുപടിയിലൂടെ നമുക്ക് താഴേക്ക് പോണം. ആദ്യം നീ അകത്തേക്ക് പോകൂ. എനിക്ക് പേടിയാവുന്നു. മിണ്ടല്ലേ, ഒന്നും സംഭവിക്കില്ല. എല്ലാരും വരൂ, ട്രഷറുള്ള സ്ഥലത്ത് എത്താറായി. വേഗം വേഗം വരൂ, വെള്ളം മുകളിലേക്ക് വരുന്നുണ്ട്. വരൂ, വേഗം നടക്ക്. മാറി നിക്ക്. ആഹാ, കൊള്ളാലോ. ശബ്ദം കേട്ടതും വാതിൽ താനെ അടഞ്ഞു. വാതിൽ തുറക്ക്. തുറക്കണ പറഞ്ഞ് തുറക്ക്. ആരും മുന്നോട്ട് പോകരുത്. എല്ലാവരും ചുവരൊട്ടി തന്നെ നടക്കൂ. ഇത് നിർത്താനുള്ള വഴി എനിക്കറിയാം. മോളിൽ കറങ്ങുന്ന ബോളിലുള്ള ത്രിശൂലം എടുത്ത് താഴേക്കിടണം. ശിവ, സൂക്ഷിക്കണേ. ഇതൊക്കെ എന്റേതാണ്, എന്റേതാ. ഞാൻ കോടീശ്വരനായി. നിക്ക്, അത് അവിടെ തന്നെ വെക്കൂ. അല്ലെങ്കിൽ ടണൽ മുഴുവനും തകർന്നു പോകും. എല്ലാവരും ഓടിക്കോളൂ. ഇതെന്താ സംഭവിച്ചത്? ഇതെന്താ എന്റെ നേരെ വരുന്നത്? രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. വേണ്ട വേണ്ട, എന്നൊന്നും ചെയ്യല്ലേ, എന്നെ രക്ഷിക്കണേ. വെള്ളത്തിൽ ചാടിക്കോ. എന്നെ ഒന്നും ചെയ്യല്ലേ.
ശിവ, ഇന്ന് ഈ അമൂല്യനിധി നീ കാരണമാണ് കണ്ടുപിടിച്ചത്. അല്ല ലഡു സിംഗ് സാറേ, സാറിന് എങ്ങനെയായ കാര്യം മനസ്സിലായേ? അവർക്ക് ഞാനാണ് ഇൻഫർമേഷൻ കൊടുത്തത്. കണ്ടോ, ഞാൻ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി കൃത്യസമയത്ത് തന്നെ എത്തിയത്. ലഡു സിംഗ് സാർ കറക്റ്റ് സമയത്തിൽ തന്നെ എത്തിയിരിക്കുന്നത്. Watch India's largest kids library only on Geo Hotstar. Download the app now.